നിങ്ങളൊരു US യാത്ര നടത്താൻ പദ്ധതിയിടുന്ന വ്യക്തിയാണോ? എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2025 ഏപ്രിൽ മുതൽ അമേരിക്കയിലേക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്ന കാര്യത്തിലും വിസ അഭിമുഖ നിയമങ്ങളിലും ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കാതെ യാത്രക്കൊരുങ്ങിയാൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും. US വിസ നേടാൻ ഒരുങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. DS-160 ബാർകോഡ് നമ്പർ വിസ അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ ഉപയോഗിച്ച നമ്പറുമായി ഒരു വ്യത്യാസവുമില്ലാതെ മാച്ച് ആയിരിക്കണം എന്നതാണ് ഒന്നാമത്തെ മാറ്റം. ഇതിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പോലും അപ്പോയിൻമെന്റ് മാറ്റിവെക്കേണ്ടി വരും. കൂടാതെ മെഷീൻ റീഡബിൾ വിസ ഫീസായ $185 വീണ്ടും അടക്കേണ്ടതായും വരും. അപേക്ഷയിലെ തെറ്റുകൾ കുറയ്ക്കുന്നതിനും നടപടിക്രമങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ മാറ്റം. അതുകൊണ്ട് തന്നെ വിസക്കായി അപേക്ഷിക്കുന്നവർ വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കണം. അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിസക്കായി അപേക്ഷിക്കുമ്പോൾ നിർബന്ധമായും അടക്കേണ്ട തുകയാണ് മെഷീൻ റീഡബിൾ വിസ ഫീസ്. വിസ അപേക്ഷ സ്വീകരിക്കപ്പെട്ടാലും റദ്ദാക്കപ്പെട്ടാലും ഈ തുക തിരികെ ലഭിക്കില്ല. വിസ അപേക്ഷയുടെ ചിലവുകൾക്ക് വേണ്ടിയാണ് ഈ തുക ഉപയോഗിക്കുന്നത്. US വിസ അപേക്ഷയുടെ കാര്യത്തിൽ വന്ന രണ്ടാമത്തെ മാറ്റം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ രേഖകളും വിസ അഭിമുഖത്തിന് 72 മണിക്കൂർ മുമ്പ് CEAC പോർട്ടൽ വഴി ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. സാമ്പത്തിക രേഖകൾ, ഇൻവിറ്റേഷൻ ലെറ്റർ, എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് തുടങ്ങിയ രേഖകളാണ് സമർപ്പിക്കേണ്ടത്. നേരത്തെ തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിലൂടെ അവസാന നിമിഷമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഇന്റർവ്യൂ എളുപ്പമാക്കി മാറ്റാനും അപേക്ഷകർക്ക് സാധിക്കും. ഇപ്പോഴത്തെ മാറ്റങ്ങൾ കൂടാതെ വിസ ഇന്റർവ്യൂ ഒഴിവാക്കാനുള്ള നിയമങ്ങളിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് നേരത്തെ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. 2025 ഫെബ്രുവരി 18 മുതൽ കോൺസുലർ ഉദ്യോഗസ്ഥർക്ക് വിസ അപേക്ഷകരുടെ ഇൻപേഴ്സണൽ ഇന്റർവ്യൂ ഒഴിവാക്കാനുള്ള അധികാരമാണ് കുറച്ചിരുന്നത്. ഇതിനർത്ഥം മുമ്പ് ഇന്റർവ്യൂ ഒഴിവാക്കാൻ അർഹതയുണ്ടായിരുന്ന ചില ആളുകൾ പോലും ഇപ്പോൾ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടി വരുന്നു എന്നതാണ്. ഈ മാറ്റം പ്രധാനമായും ജോബ് വിസ, സ്റ്റുഡന്റ് വിസ, മറ്റ് താൽക്കാലിക വിസകൾ എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നവരെയാണ് ബാധിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിസ അപേക്ഷകർക്ക് ഇളവുകൾ ലഭിച്ചേക്കാം. അത് അപേക്ഷകന്റെ മുമ്പത്തെ വിസയുടെ വിവരങ്ങളെ ആശ്രയിച്ചാണ് തീരുമാനിക്കപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ വിസ അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. DS-160 വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ബാർകോഡ് നമ്പർ തെറ്റാതെ ശ്രദ്ധിച്ച് കൊടുക്കണം. തെറ്റിയാൽ അപ്പോയിൻമെന്റ് മാറ്റിവെക്കേണ്ടി വരും. എല്ലാ രേഖകളും നേരത്തെ തന്നെ തയ്യാറാക്കുക. ഇന്റർവ്യൂവിന് 72 മണിക്കൂർ മുമ്പ് തന്നെ രേഖകൾ അപ്ലോഡ് ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് ഇന്റർവ്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തയ്യാറെടുപ്പുകൾ കൃത്യമായി നടത്തുക. വിസ അപേക്ഷാ നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കുക. എല്ലാ വിവരങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കണം. രേഖകളെല്ലാം ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കണം. CEAC പോർട്ടൽ ഉപയോഗിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വിസ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഈ വിവരങ്ങൾ കൃത്യസമയത്ത് അറിയുന്നതിന് travel.state.gov എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ടിരിക്കുക. പുതിയ നിയമങ്ങൾ വിസ അപേക്ഷയിലെ കൃത്യതക്കും തയ്യാറെടുപ്പിനുമാണ് പ്രാധാന്യം നൽകുന്നത്. വിസക്ക് അപേക്ഷിക്കുന്നവർ വിവരങ്ങൾ അറിഞ്ഞിരിക്കുകയും നിബന്ധനകൾ പാലിക്കുകയും ചെയ്താൽ വിസ അപേക്ഷയിലെ കാലതാമസവും അധിക ചെലവും ഒഴിവാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക.